ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു കിട്ടില്ലൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചിക്കൻ കറി. വേറെ ഒന്നുമല്ല, ചിക്കൻ സ്റ്റൂ ആണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാൻ വേണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചൂടായ കടായിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 ഏലക്കായി, ഒരു 5 ഗ്രാമ്പൂ, പിന്നെ ഒരു 3 ഇഞ്ച് നീളമുള്ള പട്ട, ഇത്രയും കാര്യങ്ങളിട്ട് ചെറിയ തീയിൽ ഒരു 20 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് ചെറിയ തീയിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ സവാളയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചിക്കൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, സവാള വഴറ്റുന്ന സമയത്ത് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി ഒരു വെള്ള കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ ചിക്കൻ വെള്ള കളർ ആവുന്നത് വരെയാണ് വഴറ്റേണ്ടത്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു ക്യാരറ്റ് ക്യൂബ്സായി കട്ട് ചെയ്തത്, 1-2 ഉരുളക്കിഴങ്ങ്, ചെറുതാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 ക്യൂബ്സായി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു തിള വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 10-12 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് ചിക്കൻ വേവുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി കറിക്ക് കൊഴുപ്പ് കിട്ടാനായി ഒരു 3-4 കഷ്ണം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങെല്ലാം കറിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ഒരു 3/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിക്കുമ്പോൾ തീ ഉറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളക്കാൻ അനുവദിക്കരുത്. തിള വരുന്നതിന് മുന്നേ തന്നെ തീ ഓഫ് ചെയ്യാം. തിളച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ ഉള്ളി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് സ്റ്റൂവിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത ഉടനെ ഇത് ഇളക്കരുത്. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.